കൊല്ലപ്പെട്ടത് ആരെന്നറിയാം, കൊന്നത് ആരെന്നറിയാം. പക്ഷേ അപ്പോഴും അഴിച്ചെടുക്കാൻ കഴിയാത്ത ചില കുരുക്കുകൾ, പൂരിപ്പിക്കാൻ കഴിയാത്ത ചില സമസ്യകൾ. കോഴിക്കോട് ജില്ലയിലെ മൂഴിക്കലിലെ നസ്രീനയുടെ കൊലപാതകവും അദ്നാൻ എന്ന കൊലയാളിയുടെ മരണവും. ഒരേ വീട്ടിലെ 2 മരണങ്ങൾ. ഇത് അങ്ങനെ ഒരു കേസാണ്. ഇത് ആ സംഭവത്തിന്റെ 2ാം അധ്യായമാണ്. എന്തായിരുന്നു സംഭവം? ഒരു റീക്യാപ്പിലേക്ക് ആദ്യം കഥ ഇതുവരെ. കോഴിക്കോട് മൂഴിക്കലിൽ ഒരു കുടുംബത്തിനുള്ളിൽ നടന്ന ദാരുണമായ ഇരട്ട മരണങ്ങൾ. 16 വയസ്സുകാരിയായ നസ്രീന എന്ന പെൺകുട്ടിയെ ബന്ധുവായ അദ്നാൻ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആ യുവാവ് അതേ വീട്ടിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു എന്ന നിഗമനത്തിലേക്കെത്തിയ സംഭവം. പക്ഷെ ഇപ്പോഴും ചില ദുരൂഹതകൾ ബാക്കിയാവുകയാണ്. കഴുത്തിൽ തുണി മുറുക്കി ചുറ്റി ശ്വാസം മുട്ടിച്ചാണ് അദ്നാൻ നസ്രീനയെ കൊലപ്പെടുത്തിയത്. അതിനുശേഷം ഒരു മുറിയിൽ കയറി കതകടച്ച അദ്നാനെ കുറേ നേരം കഴിഞ്ഞ് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. മുഖത്തും ശരീരത്തിലും സെല്ലോ ടേപ്പ് ചുറ്റിയ നിലയിലായിരുന്നു അദ്നാന്റെ മൃതദേഹം കണ്ടെത്തിയത്. സെല്ലോ ടേപ്പ് മുഖത്തൊട്ടിച്ച് സ്വയം ശ്വാസം മുട്ടിച്ച് അദ്നാൻ ആത്മഹത്യ ചെയ്തുവെന്ന നിഗമനം വിശ്വസിക്കാത്തവർ ഇപ്പോഴും നിരവധി. നസ്രീനയോട് അദ്നാന് വൈരാഗ്യമുണ്ടാകാൻ എന്താണ് കാരണം? അന്വേഷണത്തിലെ ഏറ്റവും നിർണായകമായ ആ ചോദ്യത്തിന് മറുപടിയായി പോലീസിന് ലഭിച്ചത് 2 വ്യത്യസ്ത ചിത്രങ്ങളാണ്, 2 കഥകളാണ്. കുടുംബ വീട്ടിൽ നസ്രീനയും മാതാപിതാക്കളും സഹോദരങ്ങളും അടങ്ങുന്ന അംഗങ്ങളാണ് താമസിക്കുന്നത്. അദ്നാന്റെ അമ്മയെ വിവാഹം കഴിപ്പിച്ചത് കോഴിക്കോട് തന്നെയുള്ള നല്ലളം എന്ന സ്ഥലത്തേക്കാണ്. അദ്നാന്റെ പിതാവ് അഷ്റഫ്. ഈ 2 വീട്ടുകാരും പറഞ്ഞ നിർണായകമായ വിവരങ്ങൾ, അതിൽ അദ്നാനെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നതായിരുന്നു കുടുംബ വീട്ടിൽ നിന്നുള്ള വിവരണങ്ങൾ. നല്ലളത്തെ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ചില മോശം കൂട്ടുകെട്ടുകളിൽ അകപ്പെട്ടതിനെ തുടർന്നാണ് അദ്നാനെ തിരുത്താനായി മൂഴിക്കലിലെ തറവാട്ടു വീട്ടിലേക്ക് താമസം മാറ്റിയത്. എന്നാൽ അവിടെ വെച്ചും അദ്നാൻ തന്റെ മോശം സ്വഭാവം തുടരുകയും വീട്ടിൽ ചില മോഷണ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നുവെന്ന് അവർ ആരോപിക്കുന്നു. അദ്നാൻ ഇടപെടുന്ന കൂട്ടുകെട്ടുകൾ വീട്ടിലറിയുന്നത് നസ്രീന വഴിയായിരുന്നുവെന്നായിരുന്നു അദ്നാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നത്. തനിക്ക് ആ വീട്ടിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നസ്രീന ഇല്ലാതാക്കിയെന്നും തന്നെ അവിടെ നിന്ന് പുറത്താക്കാൻ അവൾ നിരന്തരം ശ്രമിക്കുന്നുവെന്നും അദ്നാൻ ഉറച്ചു വിശ്വസിച്ചു. ആ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ അദ്നാന്റെ ഫോണുമായി ലിങ്ക് ചെയ്തിരുന്നു. ഇതിലൂടെ നിരീക്ഷിച്ചാണ് അദ്നാൻ നസ്രീന തനിക്കെതിരെ നീങ്ങുന്നത് കണ്ടെത്തിയതെന്നും അവർ പോലീസിന് വിവരം നൽകി. ഒടുവിൽ നസ്രീനയുടെ കടുത്ത ഇടപെടൽ കാരണം അദ്നാനെ പിന്നീട് ആ വീട്ടിൽ നിന്നും പുറത്താക്കുകയും നല്ലളത്തെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു. തൻ്റെ പുറത്താകലിന് കാരണം നസ്രീനയാണെന്ന ബോധ്യം അവൻ്റെ വൈരാഗ്യം വർദ്ധിപ്പിച്ചു. നസ്രീനയുടെ ബന്ധുക്കൾ ഇക്കാര്യങ്ങൾ അവരുടെ ഭാഗമായി അക്കമിട്ട് നിരത്തുന്നു. പക്ഷെ കുടുംബ വീട്ടിൽ നിന്ന് അദ്നാൻ മടങ്ങിയതുമായി ബന്ധപ്പെട്ട് അദ്നാന്റെ വീട്ടുകാർ നൽകിയ മൊഴി പോലീസിനെ അമ്പരപ്പിച്ചു. ആ വീട്ടിൽ നിന്ന് മടങ്ങണമെന്ന് മകൻ പലതവണ തന്നോടാണ് അപേക്ഷിച്ചതെന്ന് പിതാവ് അഷ്റഫ് പറയുന്നു. ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമില്ലാതിരുന്നത് യഥാർത്ഥത്തിൽ അദ്നാനാണ്. ജോലി ആവശ്യങ്ങൾക്കായി ആണുങ്ങളൊക്കെ പുറത്തായിരുന്നതുകൊണ്ടാണ് തന്റെ മകനെ അവർ ആ വീട്ടിൽ പിടിച്ചു നിർത്തിയിരുന്നത്. ഒരു സഹായിയായിരുന്നു തന്റെ മകൻ. പണം ഒളിപ്പിച്ചു വച്ച ശേഷം മകനെ കള്ളനാക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. ഒടുവിൽ ആ പണം ആ വീട്ടിൽ നിന്ന് തന്നെ ലഭിച്ചു. മടങ്ങി വന്ന ദിവസവും മകൻ പറഞ്ഞത് തൻ്റെ ഇഷ്ടത്തിനാണ് ഇറങ്ങി വന്നത് എന്നാണ്. പിന്നെ എങ്ങനെയാണ് അദ്നാന് നസ്രീനയോട് വൈരാഗ്യമുണ്ടാകുന്നതെന്നും ബന്ധുക്കൾ ചോദ്യമുന്നയിക്കുന്നു.
പോലീസിനത് പെട്ടെന്ന് എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു കേസായിരുന്നില്ല. സ്പ്ലിറ്റ് ഇൻ ദ റോഡ്, മുന്നിൽ രണ്ടു വഴികൾ, അതിലേതാണ് ശരിയായ വഴി? ഉദ്വേഗജനകമായ സംഭവങ്ങളുടെ പരിശോധന. ഇത് 2-ാം അധ്യായം. അദ്നാൻ ആ വീട്ടിൽ വന്നിരുന്നു. അയാൾ ആ കൊലപാതകം ലക്ഷ്യമിട്ട് തന്നെയാണ് വന്നത്. ലഭ്യമായ CCTV ദൃശ്യങ്ങൾ അത് ഉറപ്പിക്കുന്നുമുണ്ട്. പക്ഷേ അദ്നാന്റെ മരണമാണ് പിന്നെ വിവാദമാകുന്നതും ചോദ്യങ്ങൾ ഉയർത്തിവിടുന്നതും. അത് ആത്മഹത്യയാണ് എന്നെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും? പോലീസ് അതിനുള്ള ഉത്തരം കണ്ടെത്തുമോ? അതാണ് ഇന്നത്തെ അധ്യായം. തുടങ്ങാം. കുറ്റവും ശിക്ഷയും. ഇരട്ട മരണം നടന്ന ഇരുനില വീടിന്റെ മുന്നിലെ CCTV ക്യാമറ നശിപ്പിച്ച നിലയിലായിരുന്നു. മാത്രമല്ല, രാത്രിയോടെ വീട്ടിലെ മറ്റ് CCTV ക്യാമറകൾ ഓഫ് ചെയ്യുകയും ചെയ്തു. അതിനാൽ വീടിനകത്തേക്ക് എങ്ങനെയാണ് കയറിയത്? വാതിൽ കുത്തിത്തുറന്ന ലക്ഷണങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നുമില്ല. അപ്പോൾ CCTV ഓഫ് ചെയ്യുന്നതുവരെയുള്ള ദൃശ്യങ്ങൾ പരിശോധിക്കാൻ പോലീസ് തീരുമാനിക്കുന്നു. തലേദിവസം വൈകിട്ട് 6 മണി മുതൽ CCTV ക്യാമറ ഓഫായ രാത്രി 1 മണി വരെയുള്ള ദൃശ്യങ്ങൾ. തലേദിവസം രാത്രി 8 മണിയോടെ അടുക്കള വാതിൽ കയ്യിലിരുന്ന താക്കോൽ ഉപയോഗിച്ച് അദ്നാൻ തുറക്കുന്ന ദൃശ്യങ്ങളാണ് പോലീസിന് CCTVയിൽ നിന്നും ലഭിച്ചത്. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാത്രി 7 മണി, നല്ലളം, കോഴിക്കോട്. മോട്ടീവ് വ്യക്തം. ആ സ്ഥിതിക്ക് എന്തൊക്കെയായിരിക്കും അന്ന് ഈസ്റ്റ് മൂഴിക്കലിലെ ആ വീട്ടിൽ നടന്നിരിക്കുക? സംഭവ ദിവസം നടന്ന കാര്യങ്ങൾ ഒന്ന് ക്രോഡീകരിക്കാൻ തന്നെ പോലീസ് തീരുമാനിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം വീട്ടിൽ നിന്ന് സുഹൃത്തുക്കളെ കാണാൻ അരീക്കാട് പോവുകയാണെന്ന് പറഞ്ഞാണ് അദ്നാൻ പുറപ്പെട്ടത്. ഏപ്രിൽ 13 തിങ്കളാഴ്ച രാത്രി 7:45 ഈസ്റ്റ് മൂഴിക്കലിലെ കുടുംബ വീടിന് സമീപത്തെത്തിയ അദ്നാൻ ആദ്യം വീട്ടുകാരുടെ നീക്കങ്ങൾ മാറി നിന്ന് നിരീക്ഷിച്ചു. അന്ന് വിഷുവായിരുന്നു. അയൽക്കാരുമൊത്ത് വിഷു ആഘോഷത്തിലായിരുന്നു ആ കുടുംബം. തിങ്കളാഴ്ച വൈകിട്ട് ആ വീട്ടിൽ നസ്രീനയുടെ ബന്ധുക്കളും ഒത്തുകൂടിയിരുന്നു. പുറത്തു മേശയിട്ട് അന്നവർ ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഇതെല്ലാം മാറി നിന്ന് മനസ്സിലാക്കിയ അദ്നാൻ സമീപത്തെ റോഡിലൂടെ നടന്ന് തൊട്ടടുത്ത വീടിന്റെ മതിൽ വരെ എത്തി. പിന്നീട് CCTV ഉള്ള ഭാഗത്തേക്കുമെത്തി. ഇതുവഴിയാണ് അദ്നാൻ വീടിന്റെ പിന്നിലേക്കെത്തിയത്. ആ ഭാഗത്തേക്കെത്തിയ അദ്നാൻ വീടിന്റെ പുറത്തുള്ള ശുചിമുറിയിൽ കയറി ചെരുപ്പഴിച്ചു വെച്ചു. തുടർന്ന് തന്റെ കയ്യിൽ കരുതിയ താക്കോൽ കൂട്ടം അയാൾ പുറത്തെടുത്തു. ആ വീട്ടിൽ താമസിക്കുന്ന കാലത്ത് ആ താക്കോൽ കൂട്ടത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് അദ്നാൻ കൈവശപ്പെടുത്തിയിരുന്നു എന്നൂഹിക്കാം. ഇതുപയോഗിച്ച് അദ്നാൻ അടുക്കള വാതിൽ തുറന്ന് അകത്തു കയറി. രാത്രി 8 മണി. അകത്തു കയറിയ അദ്നാൻ മുകളിലെ നിലയിലെത്തി. മുകളിലെ ആദ്യത്തെ മുറി നസ്രീനയുടേതാണ്. ഈ മുറിയിലേക്ക് കയറിയ അദ്നാൻ അവിടെ ആരും കാണാതെ കട്ടിലിനടിയിൽ ഒളിച്ചിരുന്നു. വീട്ടുകാർ ഉറങ്ങുന്നതുവരെ അദ്നാൻ അവിടെ കാത്തിരുന്നു. അർദ്ധരാത്രിയോടെ ബന്ധുക്കളെല്ലാം പിരിഞ്ഞുപോയി. പുലർച്ചെ 1 മണി. വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പായതോടെ അദ്നാൻ കട്ടിലിനടിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അയാൾക്കറിയാം ആ വീട്ടിലെ CCTV ക്യാമറകളുടെ കണക്ഷൻ ട്രാക്കുകൾ. അയാൾ അതോരോന്നായി കണ്ടെത്തി. CCTV ക്യാമറകൾ പൂർണ്ണമായും അയാൾ പ്രവർത്തനരഹിതമാക്കി. പുലർച്ചെ 2 മണി. നസ്രീനയുടെ മുറിയിലേക്ക് തിരികെ കയറിയ അദ്നാൻ നസ്രീനയുടെ 2 ഫോണുകളും കൈക്കലാക്കി. തുടർന്ന് നല്ലളത്തുള്ള അദ്നാന്റെ ഒരു പരിചയക്കാരന് നസ്രീനയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയച്ചു. അദ്നാനെ അറിയുമോ? ഒരു ചോദ്യമായിരുന്നു ആദ്യ സന്ദേശം.
നല്ലളത്ത് ബൈക്ക് വാടകയ്ക്ക് നൽകുന്ന യുവാവായിരുന്നു മറുതലയ്ക്കൽ. അയാളുടെ ബൈക്ക് അദ്നാൻ വാടകയ്ക്കെടുത്തിരുന്നു. പക്ഷെ തിരികെ നൽകിയപ്പോൾ ബൈക്കിന് അന്ന് ചില കേടുപാടുകൾ പറ്റിയിരുന്നു. 1000 രൂപ ഫൈൻ. പരിചയക്കാരനാണെങ്കിലും അത് അയാളുടെ ഉപജീവനമാണല്ലോ. പണം ഞാൻ ഉടനെ തരാം, ഇപ്പോഴില്ല. ഈടിനായി അദ്നാൻ തന്റെ അമ്മയുടെ മൊബൈൽ ഫോണും അദ്നാന്റെ തന്നെ ലൈസൻസും അയാൾക്ക് പണയമായി നൽകി. അന്ന് പറഞ്ഞു പിരിഞ്ഞ അതേ ആൾക്കാണ് ഇപ്പോൾ അദ്നാൻ നസ്രീനയുടെ ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നത്. അദ്നാനെ അറിയാം. അദ്നാൻ പണം നൽകാനുണ്ടായിരുന്നതിനാൽ അയാൾ മറുപടി നൽകി. അദ്നാൻ പണം തരാനില്ലേ? വീണ്ടും സന്ദേശം. ഉണ്ട്. അയാൾ അതിനും മറുപടി നൽകി. പണം ഇനി കിട്ടില്ല, അദ്നാൻ മരിച്ചു. ഇതായിരുന്നു നസ്രീനയുടെ ഫോണിൽ നിന്നും അയാൾക്ക് അതിനു മറുപടിയായി ലഭിച്ച സന്ദേശം. എങ്ങനെ മരിച്ചു? എന്താണ് സംഭവം? ഇങ്ങനെ ആ യുവാവിന്റെ മറു ചോദ്യങ്ങൾക്ക് അതൊക്കെ വ്യക്തിപരമായ കാരണമാണെന്നും കുടുംബ പ്രശ്നമാണെന്നും മറ്റും പിന്നാലെ അയാൾ മറുപടി നൽകി. ഇതോടെ സന്ദേശമയച്ച നസ്രീനയുടെ ഫോണിലേക്ക് ഇയാൾ വിളിച്ചു നോക്കി. അദ്നാൻ പക്ഷേ ഫോൺ എടുത്തില്ല. പുലർച്ചെ 3 മണി. അദ്നാൻ കൈക്കലാക്കിയ നസ്രീനയുടെ 2 ഫോണുകളും തന്റെ കയ്യിലുള്ള ഫോണും നശിപ്പിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. ഇതിനായി താഴേക്കിറങ്ങിയ അദ്നാൻ താക്കോൽ ഉപയോഗിച്ച് പിൻവശത്തെ വാതിൽ തുറന്ന കിണറിനു സമീപത്തേക്ക് പോയി. തുടർന്ന് 3 ഫോണുകളും കിണറിൽ ഉപേക്ഷിച്ച് തിരികെ വീട്ടിനകത്ത് കയറി എന്ന നിഗമനമാണ് പോലീസ് വ്യാഖ്യാനത്തിലുള്ളത്. പുലർച്ചെ 4:45. നസ്രീനയുടെ മുറിയിലെത്തിയ അദ്നാൻ തന്റെ പക വീട്ടാൻ തന്നെ തീരുമാനിച്ചു. മുറിയിലുണ്ടായിരുന്ന ഷാൾ കൈക്കലാക്കിയ അദ്നാൻ നസ്രീന ഉറങ്ങുന്ന കട്ടിലിനരികിലെത്തി. അധികം അനക്കമില്ലാതെ അയാൾ നസ്രീനയുടെ കഴുത്തിനു പിന്നിലൂടെ അത് വലിച്ചു കയറ്റി. കഴുത്തിൽ അയാൾ അതൊരു കുരുക്കായി രൂപപ്പെടുത്തി. പിന്നെ അധികം സമയം കളഞ്ഞില്ല. അയാൾ ആ കുരുക്ക് മുറുക്കി. ഞെട്ടിയുണർന്ന നസ്രീന അദ്നാനെ കണ്ട് പേടിച്ച് നിലവിളിക്കാൻ വായ തുറന്നു. പക്ഷേ അതിനു കഴിയാത്ത വിധം ആ കഴുത്തിലെ കുരുക്ക് അദ്നാൻ വരിഞ്ഞു മുറുക്കിയിരുന്നു. ശ്വാസത്തിനായി നസ്രീന പിടഞ്ഞുകൊണ്ടേയിരുന്നു. അദ്നാന്റെ കൈകൾ ഒന്നയഞ്ഞപ്പോഴാകണം. ആ ശ്രമം തുടർന്നുകൊണ്ടേയിരുന്ന നസ്രീനയ്ക്ക് തന്റെ ശബ്ദം പുറത്തുവരും എന്നുറപ്പിക്കാനായ ഒരു നിമിഷം സർവശക്തിയുമെടുത്ത് നസ്രീന നിലവിളിച്ചു. ആ നിലവിളിയാണ് സഫിയുമ്മ കേട്ടുണർന്നത്. അപ്പോഴാണ് റംസീന ലൈറ്റുകൾ ഓൺ ചെയ്തത്. മുറിയിലും പരിസരത്തുമൊക്കെ ലൈറ്റുകൾ ഓണായതോടെ നസ്രീനയുടെ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ഓടിയ അദ്നാനെ ആ വീട്ടുകാർ കണ്ടു. തന്നെ കള്ളനാക്കാൻ കൂട്ടുനിന്ന സഫിയുമ്മയോടും അടങ്ങാത്ത പകയുണ്ടായിരുന്നു അദ്നാന്. തന്റെ അടുത്ത ഇരയായ ഉമ്മുമ്മയെ തന്നെ കൊലപ്പെടുത്താൻ അയാൾ തീരുമാനിച്ചു. സഫിയുമ്മയുടെ കഴുത്തിൽ അയാൾ പിടുത്തമിട്ടെങ്കിലും റംസീനയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ അപ്പോഴേക്കും വീടിനുള്ളിലേക്ക് തള്ളിക്കയറിയിരുന്നു. ഇതോടെയാണ് അദ്നാൻ മുകളിലുണ്ടായിരുന്ന 2ാമത്തെ മുറിയിൽ കയറി വാതിൽ അകത്തുനിന്നടച്ചത്. കിണറിൽ നിന്ന് ലഭിച്ച ഫോൺ പരിശോധിച്ചപ്പോൾ പുലർച്ചെ 4:50 സഫിയുമ്മ നസ്രീനയുടെ ഫോണിലേക്ക് വിളിച്ചതിന്റെ വിവരങ്ങൾ ലഭിച്ചു. അതായത് ഈ സമയത്ത് ഫോൺ കിണറിലായിരുന്നുവെന്നാണ് പോലീസ് ഭാഷ്യം. അദ്നാന് നസ്രീനയോട് പക തോന്നാനുള്ള കൃത്യമായ കാരണം കോസ് ഓഫ് മർഡർ. അതിന് പോലീസിന് മുന്നിലുള്ള 2 വേർഷനുകളിൽ ഏതാണ് ശരി എന്ന അന്വേഷണം വേണം. അതിലേക്കായിരുന്നു പോലീസ് പിന്നീട് കടന്നത്. സംഭവ ദിവസം വീട്ടിലുണ്ടായിരുന്ന ബന്ധുക്കളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചു. അദ്നാൻ മോഷ്ടിച്ചുവെന്നാരോപിക്കുന്ന പണത്തെക്കുറിച്ചായിരുന്നു ചോദ്യങ്ങളിലേറെയും. അദ്നാനെ മോഷണം ആരോപിച്ച് മർദ്ദിച്ചവരെയും പോലീസ് ചോദ്യം ചെയ്തു. അദ്നാന്റെ പിതാവ് നൽകിയ മൊഴി പ്രകാരമായിരുന്നു പോലീസ് അന്വേഷണം.
മോഷണ ആരോപണം മാത്രമാണോ അദ്നാന് നസ്രീനയോടുള്ള വൈരാഗ്യത്തിന് കാരണമായത്? അതോ കുടുംബത്തിൽ സാമ്പത്തിക തർക്കങ്ങൾ വല്ലതും നിലനിന്നിരുന്നോ? ഇതോടെയാണ് ഈസ്റ്റ് മൂഴിക്കലിലെ വീട്ടിലും സ്വത്തിലും എന്തെങ്കിലും തർക്കം നടന്നിരുന്നോ എന്ന അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നത്. അദ്നാനും നസ്രീനയ്ക്കും ഒരേ അവകാശമുള്ള വീടാണ് മൂഴിക്കലിലുള്ളതെന്നും നേരത്തെ അദ്നാന്റെ കുടുംബവും ഇവിടെ മുകൾ നിലയിൽ താമസിച്ചിരുന്നതായും പോലീസിന് വിവരം ലഭിച്ചു. പിന്നീട് സാമ്പത്തിക പ്രശ്നത്തിൽ അദ്നാന്റെ കുടുംബം അവിടെ നിന്നും മാറി താമസിക്കുകയായിരുന്നു. അദ്നാന്റെ ഉപ്പുപ്പ ഹംസയുടെ ബിസിനസ്സിൽ നസ്രീനയുടെ വീട്ടുകാർ സഹായികളായിരുന്നു. ഉപ്പുപ്പയുടെ സാമ്പത്തിക കാര്യങ്ങൾ നോക്കിയിരുന്നത് നസ്രീനയുടെ വീട്ടുകാരായിരുന്നു. ഹംസയുടെ പലചരക്ക് കടയിൽ ഇടയ്ക്ക് അദ്നാനെ നിർത്തിയെങ്കിലും ഇവിടെ നിന്നും അദ്നാൻ മോഷണം നടത്തിയെന്ന ആരോപണമുണ്ടായി. ഇക്കാര്യവും നസ്രീനയാണ് വീട്ടുകാരെ അറിയിച്ചത്. ഇതും അദ്നാന് വൈരാഗ്യമുണ്ടാക്കിയിട്ടുണ്ടാകാം എന്നാണ് പോലീസ് നിഗമനം. നസ്രീന പഠനത്തിൽ മിടുക്കിയായിരുന്നു. മർക്കസ് ഇന്റർനാഷണൽ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന നസ്രീന പഠനത്തിൽ വളരെ പിന്നിലായിരുന്ന അദ്നാനെ ഇതിന്റെ പേരിൽ കളിയാക്കിയിരുന്നതായും പറയപ്പെടുന്നു. വീട്ടുകാർക്കിടയിലും 2 കുട്ടികളെയും താരതമ്യം ചെയ്ത് പഠനത്തിലെ അദ്നാന്റെ പിന്നോക്കാവസ്ഥയെ കളിയാക്കിയിരുന്നു. ഈ പക ഉള്ളിൽ കിടക്കുന്നതിനിടെയാണ് ഈസ്റ്റ് മൂഴിക്കലിലെ തറവാട്ടു വീട്ടിൽ ഒന്നിച്ച് താമസിച്ചിരുന്ന സമയത്ത് അദ്നാൻ പലതവണയായി വീട്ടിൽ നിന്ന് പണം മോഷ്ടിച്ചിരുന്നതെന്ന് വീണ്ടും ആരോപണമുയർന്നത്. താൻ ഈ മോഷണത്തിന് സാക്ഷിയാണെന്ന് നസ്രീന തന്നെ വീട്ടുകാരോട് പറയുകയും ചെയ്തു. വീട്ടുകാർ അദ്നാന് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പറയപ്പെടുന്നു. ഒരു ദിവസം 50,000 രൂപ കാണാനില്ലെന്ന പരാതി ഉയർന്നു. പണം മോഷണം പോയിരിക്കുന്നു. അദ്നാനാണ് ഈ പണം മോഷ്ടിച്ചതെന്ന് നസ്രീന ആരോപണമുന്നയിച്ചു. വിശദമായ പരിശോധനയിൽ ആ വീട്ടിൽ നിന്ന് തന്നെ പണം കണ്ടെത്തി. പക്ഷെ പണം കിട്ടിയത് അദ്നാന്റെ അലമാരിയിൽ നിന്നാണെന്നും പോലീസിന് വിവരം ലഭിച്ചു. ഇതോടെയാണ് കുടുംബം അദ്നാനെതിരെ രംഗത്ത് വന്നത്. 2025 ഡിസംബറോടെ അദ്നാനെ വീട്ടിൽ നിന്നും പുറത്താക്കി. ഇതിനു പിന്നാലെ നല്ലളത്തെ വീട്ടിലേക്ക് അദ്നാൻ മടങ്ങിപ്പോയി. മോഷണക്കുറ്റത്തിന് പിടികൂടിയതിലും തറവാട്ടു വീട്ടിൽ കയറുന്നതിൽ വിലക്കേർപ്പെടുത്തിയതിനും കുടുംബത്തോടും പ്രത്യേകിച്ച് നസ്രീനയോടും അദ്നാന് കടുത്ത വൈരാഗ്യമുണ്ടായി. ഈ പ്രതികാര ചിന്തയാണ് ക്രൂരമായ കൊലപാതകം ആസൂത്രണം ചെയ്യാൻ അദ്നാനെ പ്രേരിപ്പിച്ചത്. നസ്രീനയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം പിടിയിലാകുമെന്ന ഭയത്താലാണ് അദ്നാൻ ജീവനൊടുക്കിയതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ ഏതാണ്ട് 10 മണിക്കൂറോളമാണ് അദ്നാൻ ആ വീട്ടിനുള്ളിൽ ചെലവഴിച്ചത്. നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം രക്ഷപ്പെടാനുള്ള വഴികളെല്ലാം അടഞ്ഞു. വാതിൽ പുറത്തുനിന്ന് പൂട്ടിയതോടെ രക്ഷപ്പെടാൻ വേറെ വഴിയില്ലാതെ അദ്നാൻ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാൽ ആത്മഹത്യ ചെയ്യാൻ അദ്നാൻ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായും പോലീസിന് സംശയമുണ്ട്. നസ്രീനയുടെ ഫോണിൽ നിന്ന് ബൈക്ക് വാടകയ്ക്ക് നൽകിയ യുവാവിനയച്ച സന്ദേശം ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. അദ്നാൻ മരിച്ചു എന്നായിരുന്നു ആ സന്ദേശത്തിൽ പറയുന്നത്. നസ്രീനയുടെ ഫോൺ കൈക്കലാക്കിയ ശേഷം അദ്നാൻ തന്നെയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നതെന്നാണ് പോലീസിന്റെ ഒടുവിലത്തെ ബോധ്യം. പോലീസ് ഉണ്ടാക്കിയെടുത്ത തിയറികളിലെ ചില പോയിന്റുകളിൽ ഇപ്പോഴും ചില മിസ്സിംഗ് ലിങ്കുകളുണ്ട്. അതെല്ലാം അദ്നാൻ ആത്മഹത്യ ചെയ്തു എന്ന കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ഊഹങ്ങളിലായിരുന്നു. ആദ്യഘട്ടത്തിൽ ആ സംശയം ദൂരീകരിക്കാൻ പോലീസ് ചില ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഫയൽ മടക്കുകയായിരുന്നു.
നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം അദ്നാൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹതകൾ ബാക്കിയാണ്. കൃത്യത്തിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ മൊബൈൽ ഫോണുകൾ കിണറിലെറിഞ്ഞത് അദ്നാൻ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചു പറയുമ്പോഴും ഇതിനാധാരമായ ദൃശ്യങ്ങളൊന്നും ലഭിക്കാത്തതാണ് അന്വേഷണത്തെ കുഴപ്പിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നും അദ്നാൻ തന്നെയാണ് പ്രതി എന്ന ഉറപ്പ് പോലീസിനുണ്ട്. പക്ഷേ അദ്നാൻ ഫോൺ കിണറ്റിലിടുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല. സാക്ഷികളില്ല. ഈ സമയം CCTV ക്യാമറ ഓഫായിരുന്നതും പ്രതിസന്ധിയായി. താക്കോൽ ഉപയോഗിച്ച് വാതിൽ തുറന്ന് പുറത്തിറങ്ങുന്നതിന്റെ ശബ്ദം മറ്റൊരു CCTVയിൽ പതിഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് അദ്നാനാണെന്ന് ഉറപ്പിക്കാനാവില്ല. അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ ബന്ധുക്കൾ ശ്രമിച്ചോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ നശിപ്പിച്ചതിനു പിന്നിൽ ബന്ധുക്കളോ മറ്റാരെങ്കിലുമോ ആകാൻ സാധ്യതയുണ്ട് എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ പോലീസ് സംശയിച്ചത്. അങ്ങനെ ചില ആരോപണങ്ങൾ നാട്ടിൽ വ്യാപകമാവുകയും ചെയ്തു. പോലീസിന്റെ തുടരന്വേഷണത്തിൽ ഇതിൽ കഴമ്പില്ല എന്നവർ കണ്ടെത്തി. 16-കാരിയായ നസ്രീനയെ കൊലപ്പെടുത്തിയ ശേഷം 20-കാരനായ അദ്നാൻ വീടിന്റെ അടുക്കള ഭാഗം വഴി പുറത്തിറങ്ങി ഫോൺ കിണറ്റിലിടുകയായിരുന്നുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. പക്ഷെ കോടതിയിൽ ഇത് തെളിയിക്കപ്പെടുന്നതെങ്ങനെ? എന്താണ് തെളിവ്? എന്താണ് സാധ്യത? അദ്നാൻ തന്നെയാണ് ഫോൺ നശിപ്പിച്ചത് എന്നതിന് പ്രത്യക്ഷമായ തെളിവില്ലാത്തത് കേസിൽ വലിയ പഴുതായി ഇപ്പോഴും തുടരുന്നു. കൃത്യം നടന്ന വീട്ടിലെ സാഹചര്യങ്ങളും പ്രതിയുടെ മുൻകാല പെരുമാറ്റങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യവും അന്വേഷണ സംഘത്തെ കുഴപ്പിക്കുന്നുണ്ട്. അദ്നാന്റെ മരണത്തിൽ ദുരൂഹതകളുണ്ടെന്ന് നാട്ടുകാരിൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും സംശയിക്കുന്നു. ദൃശ്യങ്ങളുടെ അഭാവത്തിൽ കേവലം ശബ്ദരേഖയെ മാത്രം അടിസ്ഥാനമാക്കി പോലീസ് നടത്തുന്ന നിഗമനങ്ങൾ എത്രത്തോളം ശക്തമാണെന്ന ചോദ്യവും ഉയർന്നു കേൾക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 6:15 അദ്നാൻ മരിച്ചതായാണ് സൂചനയുള്ളത്. ബന്ധുക്കളെത്തി വാതിൽ പൊളിച്ചകത്ത് കടക്കുന്ന സമയത്തിനും അദ്നാന്റെ മരണം സംഭവിച്ച സമയത്തിനുമിടയിൽ അധികം ദൈർഘ്യമില്ല. പഠനത്തിൽ മിടുക്കിയായിരുന്ന നസ്രീന 10ാം ക്ലാസ് പരീക്ഷ എഴുതി ഫലം കാത്തിരിക്കുകയായിരുന്നു. ഡോക്ടറാകാൻ കൊതിച്ച നസ്രീനയ്ക്ക് പക്ഷേ ആ ആഗ്രഹം പൂർത്തിയാക്കാനാവാതെ മടങ്ങേണ്ടി വന്നു. +1 കോഴ്സിനും മെഡിക്കൽ എൻട്രൻസിനുമായി മലപ്പുറം വേങ്ങരയിലെ ഒരു സ്ഥാപനത്തിൽ നസ്രീന ചേർന്നിരുന്നെങ്കിലും അവിടെ പഠനം ആരംഭിച്ചിരുന്നില്ല. മിടുക്കിയായ നസ്രീനയ്ക്ക് മാതാവ് റംസീനയും പിതാവ് നിസാറും ഏറെ പ്രോത്സാഹനവും നൽകിയിരുന്നു. മകളുടെ പഠനത്തിന് പോലും വേണ്ടത്ര ശ്രദ്ധ നൽകുന്നതിന് തടസ്സമായിരുന്നു വീട്ടിലെ അദ്നാന്റെ സാന്നിധ്യമെന്നാണ് അവരുടെ പക്ഷം. സ്വന്തം മകനെപ്പോലെ കരുതി ഊണിലും ഉറക്കത്തിലും ഒപ്പം കൊണ്ടു നടന്ന അദ്നാന്റെ ക്രൂരകൃത്യം നസ്രീനയുടെ മാതാവ് റംസീനയ്ക്കും താങ്ങാനാകാത്ത ആഘാതമായിരുന്നു. എന്നും മകൾക്കും തന്റെ കുടുംബത്തിനും താങ്ങും തണലുമാകുമെന്ന് കരുതി സ്നേഹിച്ചു വളർത്തിയ സ്വന്തം രക്തത്തിൽ പിറന്ന കുട്ടി അവൻ തന്നെ തന്റെ മകളുടെ അന്തകനായപ്പോൾ റംസീനയുടെ ദുഃഖത്തിന് ആഴവും കനവും കൂടുകയാണ്. നസ്രീനയുമായി 4.5 വയസ്സ് മാത്രം വ്യത്യാസമുള്ള അദ്നാന് കഷ്ടപ്പാടുകൾ ഏറെ ഉണ്ടായിരുന്നു. പക്ഷെ അതറിയിക്കാതെ മൂഴിക്കലിലെ വീട്ടിലേക്ക് പലതവണ കൊണ്ടുവന്ന് സഹായങ്ങൾ നൽകിയാണ് റംസീന അവനെ വളർത്തിയത്. പഠിത്തത്തിൽ പിന്നിലായ അദ്നാൻ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തിയപ്പോൾ ഭർത്താവ് നിസാറിന്റെ സമ്മതത്തോടെയാണ് റംസീന ഈസ്റ്റ് മൂഴിക്കലിലെ തറവാട്ട് വീട്ടിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവന്നത്. തുടർന്ന് റംസീന തന്നെ മുൻകൈയെടുത്താണ് കുന്നമംഗലത്തെ സ്വകാര്യ ITIയിൽ അവനെ ചേർത്തത്. എന്നാൽ ഏറെ കഴിയുന്നതിനു മുൻപ് തന്നെ ITI പഠനവും അദ്നാൻ നിർത്തിയതിൽ റംസീന ദുഃഖിതയായിരുന്നു. അദ്നാന്റെ പെരുമാറ്റത്തിൽ
ചില കുഴപ്പങ്ങൾ കണ്ടു തുടങ്ങിയത് കുടുംബത്തെ അസ്വസ്ഥപ്പെടുത്തി. പല സുഹൃത്ത് ബന്ധങ്ങളും മോശമാണെന്ന വിലയിരുത്തലിൽ കുടുംബം പലതവണ ഉപദേശങ്ങൾ നൽകി. അദ്നാന് ലഹരി ഇടപാടടക്കം പല സ്വഭാവ ദൂഷ്യങ്ങളും കണ്ടെത്തിയത് നസ്രീനയാണെന്നതും അദ്നാനുള്ളിലെ പകയുടെ ആഴം വർദ്ധിപ്പിച്ചു. അബേറ്റ്മെന്റ് ഓഫ് പ്രൊസീഡിംഗ്സ് അല്ലെങ്കിൽ കേസ് അബേറ്റഡ് ഡ്യൂ ടു ഡെത്ത് ഓഫ് ദി അക്യൂസ്ഡ്. കൊലയാളി മരണപ്പെട്ടതിനാൽ എബേറ്റായി പ്രഖ്യാപിക്കണം. കൊലയാളി ജീവനോടെ ഇല്ലാത്ത കേസുകളുടെ കാര്യമാണ്. പോലീസ് അപ്പോൾ കോടതിക്ക് ഒരു അപേക്ഷ നൽകും. ആ അപേക്ഷയ്ക്കൊപ്പം പ്രതി മരിച്ചതിന്റെ മരണ സർട്ടിഫിക്കറ്റ് കോടതിയിലെത്തണം. പോലീസോ പ്രതിഭാഗം അഭിഭാഷകനോ അതെത്തിക്കണം. ആ സർട്ടിഫിക്കറ്റ് വ്യാജമല്ലെന്ന് കോടതി തന്നെ അന്വേഷിച്ച് ബോധ്യപ്പെടും. ശേഷം കോടതി അബേറ്റ്മെന്റ് ഓർഡർ പുറപ്പെടുവിക്കും. ഒരു കാര്യം കൂടിയുണ്ട്, പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഒരു വ്യക്തി മരിച്ചാൽ അയാളുടെ കുറ്റം തെളിയിക്കപ്പെടാത്തതിനാൽ നിയമപരമായി അയാൾ നിരപരാധിയായി തന്നെ തുടരും. അതാണ് പ്രിസംപ്ഷൻ ഓഫ് ഇന്നസെൻസ്. ഇവിടെ അദ്നാനും അത് ബാധകമാണ്. പക്ഷേ അദ്നാൻ മരിച്ചത് എങ്ങനെ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. നാളെ മറ്റൊരു കേസുമായി വീണ്ടും